ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് എല്ലാവർക്കും എന്താണ് സ്പെഷ്യൽ? എനിക്ക് നല്ല നെയ്ച്ചോറും നല്ല അടിപൊളി ഒരു ചിക്കൻ കുറുമയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കൻ കുറുമയുടെ റെസിപ്പി നോക്കിയാലോ? ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു കഷ്ണം പട്ടയും 4 ഏലക്കയും 4 ഗ്രാമ്പും ഒരു ബേ ലീഫും കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു സവാള ചെറുതായി അരിഞ്ഞതും കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കഴുകി വാരി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് അബദ്ധം പറ്റിയ മനസ്സിലായി. അബദ്ധം പറ്റി മാമ, അബദ്ധം. എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർക്കാനായിട്ടേ ഞാൻ മറന്നുപോയായിരുന്നു. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ചിക്കനിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. 5-8 കാഷ്യൂ നട്ട്സ് 1 ടേബിൾ സ്പൂൺ കസകസും കൂടി ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങയുടെ 2ാം പാൽ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. കറി നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിയിലയും കൂടി വിതറി ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് 2-3 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അവസാനം തേങ്ങയുടെ 1ാം പാലുണ്ടല്ലോ, ഒരു 1/4 കപ്പ് അതുകൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറുമ തയ്യാറാണ്. പിന്നെ ഞാൻ നെയ്യിൽ ചെറിയ ഉള്ളിയും കാഷ്യൂ നട്ട്സും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി താളിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുതേ.